ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ക്രിസ്മസ് എക്സാമൊക്കെ ആയില്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി ആഡ് മോർ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കൂടുതൽ ലൈൻസ് ഉണ്ടാക്കുക, അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചില്ലേ, പപ്പീനെ കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ഡോഗിനെ കുറിച്ച്. അപ്പോൾ അതുപോലെ നമ്മൾ സെൻറ്റൻസ് ഒരു മോഡൽ തന്നിട്ട് അതുപോലത്തെ എഴുതാനുണ്ടാവും. നമ്മൾ നോക്കൂ, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പിക്ചറിനെ കുറിച്ച് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ്? ദിസ് ഈസ് എ പെൻ. ദിസ് ഈസ് എ പെൻ. ഇതൊരു പേനയാണ്. ദ പെൻ ഈസ് ഗ്രീൻ. പെൻ ഈസ് ഗ്രീൻ. Look at the green pen. The green pen is big. അല്ലേ, അപ്പോൾ നമ്മൾ പേന, ദ പെൻ ഈസ് ഗ്രീൻ, പേന എന്താണ്, ഗ്രീൻ കളറിലാണ്. ലുക്ക് അറ്റ് ദ ഗ്രീൻ പെൻ. അപ്പോൾ നമ്മൾ ഗ്രീൻ പെന്നെ നോക്കൂ എന്നാണ് പറയുന്നത്. ദ ഗ്രീൻ പെൻ ഈസ് ബിഗ്. പേന എന്താണ്, ഇത് പേന ബിഗ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ നമ്മൾ താഴെ 4 ലൈൻ ഉണ്ട്, വേറെ 3 പിക്ചേഴ്സ് ഉണ്ട്. കാറുണ്ട്, ആപ്പിളുണ്ട്, അതുപോലെ ഒരു വാനുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ്, ഇതുപോലെ നമ്മൾ മുകളിൽ കൊടുത്ത് അതേ ഫോമാറ്റ് വെച്ചിട്ട് താഴെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആപ്പിളാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ ഇഷ്ടമുള്ളത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ആപ്പിളാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ നമ്മളെന്താണ്, ദിസ് ഈസ് എന്ത് വേണമെനി, ആൻ ആപ്പിൾ അല്ലേ. നമ്മൾ ആപ്പിൾ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യൂല. അപ്പോൾ എന്താണ്, ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇനിയോ നെക്സ്റ്റ് ലൈൻ എന്ത് വരും? ദ ആപ്പിൾ ഈസ് റെഡ്. ഇനി തേർഡ് ലൈൻ, ലുക്ക് അറ്റ് ദ ഗ്രീൻ പേനിൻ്റെ പകരമായിട്ട് നമ്മൾ എന്ത് വേണം? റെഡ് ആപ്പിൾ. ഇനി ലാസ്റ്റ് ലൈൻ എന്തായിരിക്കും? ദ റെഡ് ആപ്പിൾ ഈസ് ബിഗ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ എഴുതേണ്ടത്. ദിസ് ഈസ് ആൻ ആപ്പിൾ. ദ ആപ്പിൾ ഈസ് റെഡ്. ലുക്ക് അറ്റ് ദ റെഡ് ആപ്പിൾ. ദ റെഡ് ആപ്പിൾ ഈസ് ബിഗ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ആദ്യം സ്വയം ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ കളേഴ്സിൻ്റെ പേരുകൾ നമ്മൾ ഇതിലെന്തായാലും പഠിച്ചിട്ട് പോകണം. നമ്മൾ കളേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ ആഡ് മോർ ലൈൻസ് ഉണ്ടാക്കാൻ, അതുപോലെ നമ്മളെഴുതിയിട്ട വേർഡ്സുകൾ നമ്മൾ കോമൺലി പാഠത്തിൽ പഠിച്ച അനിമൽസ് ആയാലും അവയുടെ പേരിൻ്റെ സ്പെല്ലിങ്ങോ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് കാറിനെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് തനിയെ എഴുതി നോക്കൂ, എന്നിട്ട് ശരിയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ വരും? ദിസ് ഈസ് എ കാർ. ഓക്കെ, ദിസ് ഈസ് എ കാർ. ഇനി നെക്സ്റ്റ് ലൈൻ, ദ കാർ ഈസ്, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന് നമ്മൾ ഓൾറെഡി ഇതിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. ദ കാർ ഈസ് ബ്ലാക്ക്. ഇനി അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ലുക്ക് അറ്റ് ദ ബ്ലാക്ക് കാർ. ദ ബ്ലാക്ക് കാർ ഈസ് ബിഗ്. ഇതുപോലെ 4 നമ്മൾ എഴുതി നോക്കാം. നമ്മൾ ഇതൊന്ന് എഴുതി നോക്കാം അല്ലേ. ശരിയാ നോക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ദിസ് ഈസ് എ കാർ. ദ കാർ ഈസ് ബ്ലാക്ക്. ലുക്ക് അറ്റ് ദ ബ്ലാക്ക് കാർ. ദ ബ്ലാക്ക് കാർ ഈസ് ബിഗ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കൂടുതൽ ലൈൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. ഇനി അടുത്തതൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മ്യോ എന്നുള്ള പാഠത്തിൽ നമ്മൾ കണ്ടു അല്ലേ, നമ്മളെ പപ്പി മ്യോ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ആകെ തരിയായിരുന്നു ആരാന്ന്. അപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാരോട്, ഒരുപാട് ജീവികളോട് കണ്ടുമുട്ടുകയും അവരോട് ചോദിക്കുകയും ചെയ്തു അല്ലേ, നീ ആണോ കരഞ്ഞത് ചോദിച്ചു. അപ്പോൾ ആരൊക്കെയായിരുന്നു? അവയുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മളിത് എന്തായാലും പഠിച്ചിരിക്കണം. ഈ സ്പെല്ലിങ് നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ
ചിലപ്പോൾ വേറെ മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക. പക്ഷെ നമ്മൾ ഇവയുടെ പേരുകൾ എന്തായാലും അവരുടെ സ്പെല്ലിങ്ങും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ആരെയാണ് മീറ്റ് ചെയ്തത്? ആരായിരുന്നു? റൂസ്റ്റർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് റൂസ്റ്ററിനെ കണ്ടുപിട്ടി. അപ്പോൾ റൂസ്റ്റർ സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് അടുത്തതായിട്ട് പിന്നെ എന്താണ്, ഒരു കെനലിൽ വെച്ചിട്ട് നമ്മൾ ഡോഗിനെ കണ്ടുമുട്ടിയില്ലേ. ഡോഗിനോട് ചോദിച്ചു, നീയാണോ കരഞ്ഞതെന്ന് ചോദിച്ചില്ലേ. അപ്പം അല്ലാന്ന് പറഞ്ഞ് ഡോഗ് എന്ത് ചെയ്യണം, പേടിപ്പിച്ചു വിട്ട്. അടുത്ത പിന്നെ എന്ത് ചെയ്തു, പിന്നെയാണ് സ് എന്നുള്ള സൗണ്ട് കേട്ടിട്ട് നമ്മൾ ഹണി ബീൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നീയാണോ ശബ്ദം ഉണ്ടാക്കിയത്? അല്ല എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഹണി ബീയും അല്ല എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ പോണ്ടിലെത്തിയിട്ട് ഫ്രോഗിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രോഗിനോടും ചോദിച്ചു എന്താണ് എന്നുള്ളത്. അങ്ങനെ ഫ്രോഗും അല്ല. അങ്ങനെ ഫൈനലി അവസാനം ആ ഒരു ഫാറ്റ് ക്യാറ്റിനെ കണ്ട് നമ്മളെ പപ്പി തിരിച്ചറിയണം. അപ്പോൾ ഇത്രയും പേരുകൾ, റോസ്റ്റർ, ഡോഗ്, ഹണി ബീ, ഫ്രോഗ്, ക്യാറ്റ്, ഈ നെയിംസ് സ്പെല്ലിങ് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ ചിലപ്പോൾ മേ ബി ക്വസ്റ്റ്യൻസ് വരും ഇവയുടെയൊക്കെ സൗണ്ട് നമ്മളത് പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. റോസ്റ്ററിൻ്റെ സൗണ്ട്, അതുപോലെ ഡോഗിൻ്റെ എങ്ങനെയാണ് സൗണ്ട്, ഹണി ബീ, ഫ്രോഗ്, ക്യാറ്റ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് തമ്മിൽ മാച്ച് ചെയ്യാനോ എന്തായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമുക്കറിയാം അല്ലേ, റോസ്റ്ററിൻ്റെ അറിയാം, അതുപോലെ ഡോഗിൻ്റെ, ഹണി ബീൻ്റെ, ഫ്രോഗിൻ്റെ ഒക്കെ നമുക്കറിയാം. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് വായിച്ച് നോക്കൂ. ഹു ഓൾ ഡിഡ് ദ പപ്പി മീറ്റ്? റോസ്റ്റർ, ഡോഗ്, ഹണി ബീ, ഫ്രോഗ്, ക്യാറ്റ്. ഇനി അതുപോലെ ഒന്നും കൂടെ പറയണം, ഇവയുടെ സൗണ്ടും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണേ എക്സാമിന്. എന്നാലേ എക്സാമൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്തതൊരു ആക്ടിവിറ്റിയാണ് കളർ ആൻഡ് റൈറ്റ് ദ ഡിസ്ക്രിപ്ഷൻ എബൌട്ട് ദ പിക്ചർ. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഒരുപാട് ചിത്രങ്ങളടങ്ങിയ മനോഹരമായൊരു പിക്ചറാണ്. അതിന് നമ്മൾ വൃത്തിയിൽ കളർ കൊടുക്കുക. അപ്പോൾ കളർ കൊടുക്കാൻ എല്ലാവർക്കും അറിയണ്ടാവും. കളർ നോക്കി കറക്റ്റ് കൊടുക്കുക. പിന്നെ ഈ ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നു, ഇതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ. കൂടാതെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ ആക്ഷൻ വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡിസ്ക്രിപ്ഷനും കുറച്ച് എഴുതിയിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് സ്വന്തമായിട്ട് എഴുതാനാണ്. ഇതിൻ്റെയൊക്കെ ബാക്കി സഹായത്തോടെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? കുറച്ച് ആക്ഷൻ വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്ലേയിങ്. ഇത് പ്ലേയിങ് മീൻസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ. ഇനിയോ നെക്സ്റ്റ് ഫ്ലൈയിങ്. ഫ്ലൈയിങ് എന്താ? പറക്കുന്നതാണ്, പറക്കുന്നു എന്ന് പറയാണ്. പിന്നെ ജമ്പിങ്. അവിടെ ജമ്പിങ് കൊടുക്കുന്നുണ്ട്. ജമ്പിങ് ആരതി ചാടുന്നത്. അതുപോലെ വാക്കിങ്. വാക്കിങ് എന്ന് പറഞ്ഞാൽ നടക്കുന്നു. അപ്പോൾ ഈ പിക്ചർ നന്നായിട്ട് നോക്കിയിട്ട് ഇതിലേക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലേക്ക് നമ്മൾ പൂരിപ്പിച്ചെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു? ദിസ് ഈസ് എ പാർക്ക്. ദിസ് ഈസ് എ പാർക്ക്. ഇതൊരു പാർക്കാണ് അല്ലേ. നമ്മളൊരു പാർക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, സ്വിങ് ഉണ്ട്, സീസോ ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. ഇനി അടുത്തത് നമുക്ക് 4 ലൈന് നമ്മൾ പൂരിപ്പിക്കാനാണ്. 4 ലൈന് പൂരിപ്പിക്കാൻ 4 ആക്ഷൻ വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ദ റാബിറ്റ് ഈസ്. റാബിറ്റ് എന്താ ചെയ്യുന്നത്? പ്ലേയിങ് ആണോ, ഫ്ലൈയിങ് ആണോ, ജമ്പിങ് ആണോ, വാക്കിംഗ് ആണോ? അടുത്തത് ദ ബേർഡ് ഈസ്. ബേർഡ് എന്ത് ചെയ്യുന്നു? ചിൽഡ്രൻസ് ആർ. ദ ഡോഗ് ഈസ്. അപ്പം തന്നെ മനസ്സിലായില്ലേ, ഇത് ഈസിയാണ്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ എക്സാമിന് ചിലപ്പോൾ ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ ഇതുപോലെയാണ് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. അപ്പോൾ ഈ സെൻറ്റൻസ് വെച്ചിട്ട് ഒന്ന് എഴുതുന്നതൊന്ന് ഓർഡർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ദിസ് ഈസ് എ പാർക്ക്. ദ റാബിറ്റ് ഈസ് എന്തായിരുന്നു? ജമ്പിങ്. അപ്പോൾ ദ റാബിറ്റ് ഈസ് ജമ്പിങ്. ദ റാബിറ്റ് ചാടുകയാണല്ലേ.
അടുത്തത് നോക്കൂ. ദ ബേർഡ് ഈസ്. ബേർഡ് പക്ഷി എന്താ ചെയ്യുന്നത്? എന്തായിരുന്നു? ആ സെക്കൻഡ് വൺ അല്ലേ, എന്തായിരുന്നു? ഫ്ലൈയിങ് ആണ്. പക്ഷികൾ പറക്കല്ലേ. ഓക്കെ, ദ ബേർഡ് ഈസ് ഫ്ലൈയിങ്. ദ ബേർഡ് ഈസ് ഫ്ലൈയിങ്. ഇനി തേർഡ് വൺ, ചിൽഡ്രൻസ് ആർ. കുട്ടികൾ എന്താ ചെയ്യുന്നത്? ചിൽഡ്രൻസ് ആർ യെസ് പ്ലേയിങ്. നമ്മൾ കളിക്കുന്നു എന്നുള്ളതിന് എന്താ പറയുന്നത്? പ്ലേയിങ് ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ പ്ലേയിങ് ഇഷ്ടമല്ലേ? എനിക്കറിയാം എല്ലാവർക്കും പ്ലേയിങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പാർക്കിൽ ചിൽഡ്രൻസ് ആർ പ്ലേയിങ്. അവസാനം എന്താണ്? ദ ഡോഗ് ഈസ്. ഡോഗ് എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഡോഗിൻ്റെ കൂടെ ആളുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? വാക്കിംഗ് അല്ലേ. അപ്പോൾ എന്താണ്? ഇനി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അതുപോലെ പ്ലേയിങ്, ഫ്ലൈയിങ്, ജമ്പിങ്, വാക്കിങ്, ഈ ആക്ഷൻ വേർഡിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അതുപോലെ പിക്ചർ മാത്രം വന്നാൽ ഒറ്റയ്ക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വന്നാൽ ദിസ് ഈസ് എ പാർക്കാണെങ്കിൽ പാർക്കിൽ, ദിസ് ഈസ് എ വേറെ എന്തെങ്കിലും സ്കൂളാണെങ്കിൽ സ്കൂൾ. അപ്പോൾ തരുന്ന ചിത്രങ്ങൾ പിക്ചേഴ്സ് ദിസ് ഈസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിലുള്ള സംഭവങ്ങൾ ഇതിൽ നോക്കൂ. റാബിറ്റ് ഈസ് ജമ്പിങ്, അതുപോലെ ബേർഡ് ഈസ് ഫ്ലൈയിങ്, ചിൽഡ്രൻസ് ആർ പ്ലേയിങ്, ദ ഡോഗ് ഈസ് വാക്കിങ്. അപ്പോൾ ഇതിൽ കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് എഴുതാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ബാക്കി ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് നോക്കുക. ഇതുപോലെ മോർ ലൈൻസ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആവും മിക്കവാറും വരിക. നമുക്ക് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഇതിൻ്റെ മുന്നത്തെ ക്രിസ്മസ് എക്സാമൊന്നും നമുക്ക് ഈ സിലബസ് മാറിയാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ബൈ, ഓൾ ദി ബെസ്റ്റ്.